തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന UCAT പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനും പ്രശസ്ത ദൈവവചന പ്രഘോഷകനുമായ അഭിവന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവെ, അങ്ങേക്ക് സ്വാഗതം. പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സംവദിക്കുവാനുമായി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തലശ്ശേരി കത്തീഡ്രൽ ഇടവകയിലെ യുവജന സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. UCAT-ന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ചും ആണ് നാം കണ്ടത്. ഈ എപ്പിസോഡിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും ശിഷ്യ സമൂഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? തോമസ് ആണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. അഭിനന്ദ പിതാവേ, എൻ്റെ പേര് തോമസ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പിശാച ബാധിതരെ സുഖപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യഹൂദർ ഇതൊരു വലിയ വിവാദ വിഷയമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ പൈശാചിക ശക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവയെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? യെസ്, പുതിയ നിയമത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ അനേകം പിശാചി ബാധിതരെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈ പിശാചി ബാധയെ ഈശോ സുഖപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ദൈവശാസ്ത്രപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രതിലോമ ശക്തിയായി വർത്തിക്കുന്നത് സാത്താനാണ്. സാത്താനെയും സാത്താൻ്റെ സാമ്രാജ്യത്തെയും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം എന്നത് പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ബഹിഷ്കരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് ദൈവവും പിശാചും തമ്മിലുള്ള നിതാന്തമായൊരു സംഘർഷത്തിൻ്റെ സൂചനയാണ് ഈശോയുടെ പിശാച് ബാധ ബഹിഷ്കരണങ്ങൾ. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ഏദേൻ തോട്ടത്തിൽ ദൈവത്തിന് മനുഷ്യൻ്റെ മേൽ സർവ ആധിപത്യവും സ്നേഹത്തിൻ്റെ സൗഹൃദവുമുണ്ട്. മനുഷ്യൻ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി മനുഷ്യൻ്റെ മേൽ പിശാചിനായ അധികാരം. അതായത് പിശാചിന് മനുഷ്യകുലത്തിൻ്റെ മേലുള്ള അധികാരത്തെ ഇല്ലായ്മ ചെയ്യാനും ദൈവീകമായ സ്നേഹവലയത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരാനുമാണ് ഈശോ ഭൂമിയിൽ വന്നത്, അല്ലേ? അതുകൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരം തന്നെ തിന്മയുടെ ശക്തികൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ആ സത്യത്തെ വിവക്ഷിക്കുന്നതാണ് സുവിശേഷങ്ങളിൽ വിശദമാക്കപ്പെടുന്ന പിശാച് ബാധ ഒഴിപ്പിക്കുന്ന രംഗങ്ങളൊക്കെയും. അതുകൊണ്ട് ഇതിനെ ആ ഒരു വലിയ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് ദൈവവും സാത്താനും തമ്മിലുള്ള നിതാന്തമായ സംഘർഷത്തിൽ സാത്താൻ്റെ മേൽ ദൈവം നേടുന്ന വിജയമാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം. അത് വ്യക്തമാക്കുന്നതാണ് ഈശോ പിശാച് ബാധ ഒഴിപ്പിച്ചു എന്ന് പറയുന്ന സന്ദർഭങ്ങൾ. കാരണം സുവിശേഷങ്ങളിൽ നമുക്കറിയാം, ഈശോയെ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതിനുശേഷം ഈശോയെ തിരിച്ചറിയുന്നത് പിശാചുക്കളാണ്. പിശാചുക്കൾ പറയുന്നുണ്ട്, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നു? ഒരു മനുഷ്യൻ പോലും ഈശോയെ തിരിച്ചറിയുന്നതിന് മുമ്പേ പിശാചുക്കൾ തിരിച്ചറിയുന്നു, അല്ലേ? പിശാചുക്കളെ ഈശോ ബഹിഷ്കരിക്കുകയാണ്. ഈ ബഹിഷ്കരണത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നത് പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയമാണ്. മനുഷ്യൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പിശാചിനെ അവൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നിർവീര്യമാക്കിക്കൊണ്ട് മനുഷ്യനിൽ നിന്ന്, മനുഷ്യകുലത്തിൽ നിന്ന്, ഈ ഭൂമുഖത്ത് നിന്ന് ബഹിഷ്കരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒന്നാമതായി ഈ പിശാച് ബാധ
ഒഴിപ്പിക്കൽ അഥവാ പിശാചിനെ ബഹിഷ്കരിക്കുന്ന വിവരണങ്ങൾ ഓരോന്നും. രണ്ടാമതായി, യഹൂദരുടെ ഒരു വിശ്വാസം ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. അവർക്ക് പല രോഗങ്ങളുടെയും കാരണങ്ങൾ അറിയാൻ പാടില്ല. ഇപ്പോൾ ഒരുത്തന് തളർവാദം വന്നു. ഇപ്പം നമുക്കറിയാം, സെറിബ്രൽ ബ്ലോക്ക് വന്ന് ഒരാൾ പക്ഷാഘാതം എന്ന് മലയാളത്തിൽ പറയും അല്ലേ, വലത് കൈ അല്ല ഇടത് കാല് ശോഷിച്ചു, അങ്ങ് തളർന്നുപോയി, അനക്കാൻ പറ്റുന്നത്. ഇന്ന് ശാസ്ത്രം നൽകുന്ന അറിവുകളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം അത് തലച്ചോറിലെ ഒരു പ്രത്യേകതരം നാഡീവ്യൂഹങ്ങളിൽ വന്ന തകർച്ച കൊണ്ട് ഈ ഭാഗം തളർന്നു പോയത്, അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടത്. പക്ഷേ യഹൂദർ അതിനെ വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനെ പിശാച് തല്ലി നിർവീര്യനാക്കിക്കളും. ഒരു വശത്ത് പിശാചിൻ്റെ അടിയേറ്റു, അയാൾ തളർന്നുപോയി. ഇതാണ് അവർ വിചാരിച്ചത്. അതുപോലെ തന്നെ അപസ്മാരം, എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗമുണ്ട് അല്ലേ. സാധാരണ നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കുഴപ്പമില്ലാത്തവർ, അവൻ പെട്ടെന്ന് എന്തു ചെയ്യുന്നു, പെട്ടെന്ന് വളരെ വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, വായിക്കിടന്ന് ഒരേം പതയും വിടുന്നു, പെട്ടെന്ന് തലയിറങ്ങി താഴെ വീഴുന്നു, കൈകാലിട്ട് അടിക്കുന്നു, മരണവെപ്രാളം കാണിക്കുന്നു, അവൻ തീക്കകത്തേക്ക് പോയി ചാടാൻ നോക്കുന്നു, അല്ലെ വെള്ളത്തിനകത്ത് പോയി ചാടുന്നു. ഇങ്ങനെ അപകടകരമായ വഴികളിലേക്ക് പോകും. അതായത് തലച്ചോറിലുണ്ടാകുന്ന ചില കൺവൾഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഒരു വൈദ്യുതിയുടെ വ്യതിയാനങ്ങളാണ് ഈ എപ്പിലെപ്സിക്ക് കാരണമാകുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. പക്ഷെ അന്നത്തെ മനുഷ്യന് അതറിയത്തില്ല. അവർ വിചാരിച്ചത് എന്താ, ഏതോ പിശാച് കയറിയേക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം രോഗങ്ങളൊക്കെ വരുമ്പോൾ അവരത് പിശാചിബാധയായിട്ട് മനസ്സിലാക്കിയിരുന്നു. ആ ഒരു യഹൂദ ചിന്താധാര കുറേ രോഗശാന്തികളെ പിശാചിബാധ ബഹിഷ്കരണങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്നുള്ള സത്യം കൂടി നമ്മൾ ഈ വിവരണങ്ങളെ മനസ്സിലാക്കുന്നതിൽ പ്രയോജനപ്പെടുത്തണം. ഇനി പിശാച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതാണ് തോമസിൻ്റെ ചോദ്യം. ഉണ്ട്, പിശാചുണ്ട് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭയുടെയും പ്രബോധനത്തിൻ്റെ ഭാഗമാണ്. പിശാചുണ്ട്. ദൈവികമായ ശക്തിക്കെതിരായി പ്രതികരിക്കുന്ന, ദൈവികമായ എല്ലാറ്റിനെയും ഈ ഭൂമിയിൽ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിലോമ ശക്തിയായി സാത്താനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സാത്താനെ എങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റുക എന്നാണ് തോമസിൻ്റെ ചോദ്യം അല്ലേ. സാത്താനെ അതിജീവിക്കാനുള്ള വഴികൾ, ഈശോ സാത്താനെ അതിജീവിച്ച മാർഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ ഈശോ എന്തു ചെയ്തു, ഈശോ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അത് ചുരുക്കി പറഞ്ഞാൽ, ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിശാചിനെ ബഹിഷ്കരിക്കാൻ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വക ശക്തികൾ പുറത്തു പോകില്ല എന്ന് ഈശോ പറയുന്നു അല്ലേ. നമ്മൾക്ക് പരിത്യാഗത്തിൻ്റെ ജീവിതം വേണം, എങ്കിലേ നാരകീയ ശക്തിയെ ബഹിഷ്കരിക്കാൻ കഴിയും. രണ്ടാമതായി, ഈശോ ദൈവവചനം ഉച്ചരിച്ചുകൊണ്ടാണ് പിശാചിനെ പ്രലോഭന അവസരത്തിൽ ബഹിഷ്കരിക്കുന്നത്. സമാനമായി നമ്മളും ദൈവവചനം വായിക്കുകയും വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ അത് സാത്താൻ കൊണ്ടുവരുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മനുഷ്യൻ ജീവിക്കണം. അപ്പോൾ പിശാച് പരാജയപ്പെടും. ഇതാണ് പിശാചിനെ അതിജീവിക്കാനുള്ള വഴികളായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞു തരിക. തോമസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. കൃത്യമായ ഉത്തരം ലഭിച്ചു. നന്ദി പിതാവേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് അടുത്തതായി ചോദിക്കുന്നത്? ആര്യയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് ആര്യയുടെ ചോദ്യം കേൾക്കാം. പിതാവേ, എൻ്റെ പേര് ആര്യ. എൻ്റെ ചോദ്യം ഇതാണ്. ഈശോ തൻ്റെ ദൗത്യം തുടരുവാനായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുവല്ലോ. അവരെ സ്ലീഹന്മാരെന്നും അപ്പസ്തോലന്മാരെന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ പേരുകൾ നൽകപ്പെട്ടത്? യെസ്, ഈശോ താൻ ചെയ്തവ ചെയ്യാനും താൻ പറഞ്ഞ സത്യങ്ങൾ ലോകത്തിൻ്റെ അതിരുകളോളം, ലോകാവസാനത്തോളം എത്തിക്കുവാനുമായി അവിടുന്ന് തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു.
ഈ ശിഷ്യന്മാർക്ക് ഈശോ സ്ലീഹന്മാർ അഥവാ അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അതിനെക്കുറിച്ചാണ് ആയിരിക്കും സംശയം, അല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു പേര് നൽകുന്നത്? ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പോരാഞ്ഞ് എന്തിനാണ് അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലേവോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പോസ്തോലൻ എന്ന വാക്ക് മലയാളത്തിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം അയക്കപ്പെടുക എന്നാണ്. അപ്പോസ്തലേവോ എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുക. സ്ലീഹ എന്ന് പറയുന്നത് അതേ വാക്കിൻ്റെ തന്നെ സുറിയാനി പദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോമാ സ്ലീഹ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരേ അർത്ഥത്തിൽ തന്നെയുള്ള രണ്ട് ഭാഷയിലെ വാക്കുകളാണെന്നേ ഉള്ളൂ, അപ്പോസ്തോലൻ, സ്ലീഹ എന്ന്. ഇത് രണ്ടും ഒരേ കാര്യം. ഇനി എന്താണ് ഈ വാക്കിന് ഇത്രമേൽ പ്രാധാന്യമുള്ളത് എന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാചകത്തിൽ ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, അല്ലേ? അതായത് ശിഷ്യന്മാർ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അയക്കപ്പെടാനാണ്. എന്തിനാണ് അയക്കപ്പെടുന്നത്? പിതാവ് എന്ത് കാര്യത്തിന് വേണ്ടി പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചോ അതേ കാര്യം തുടർന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഈ അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്: ഈശോ ചെയ്ത ദൗത്യം തന്നെയാണ് ഈ ശിഷ്യന്മാരും ചെയ്യേണ്ടത്. അതാണ് ഈ അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പസ്തോലന് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ല. അവൻ ഈശോ ചെയ്ത കാര്യം ചെയ്യാൻ വേണ്ടിയാണ് അയക്കപ്പെടുന്നത്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാചകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈശോ എന്തിനു വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും വേണ്ടി അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു, അല്ലേ? അതുകൊണ്ട് ശിഷ്യനായിരിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർ ഈശോയോടുകൂടി ആയിരിക്കേണ്ടവരാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളാണ് അവർ പ്രവർത്തിക്കേണ്ടത്. സുവിശേഷം പ്രസംഗിക്കണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം. ഇതാണ് ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്ന കാര്യം. ഇനി മൂന്നാമതായി അയക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ചെയ്യുന്നത് ആരാണോ അവനെ അയച്ചത് ആ ദൗത്യമാണ് അവൻ പറയേണ്ടത്. ശരിക്കും പഴയ നിയമത്തിൽ മാലാഖമാർ ദൈവദൂതന്മാരായി വരുന്നു, ദൈവം അയച്ചതാണ് അവർ. ഇപ്പം ഗബ്രിയേൽ മാലാഖ വന്ന് മാതാവിനോട് പറഞ്ഞു, എന്താണ്? നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത. മാലാഖ അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിൽ നിട്ടതൊന്നുമല്ല, അല്ലേ? മാലാഖ എന്ത് ചെയ്തു? അത് മാലാഖായോട് ദൈവം എന്ത് പറയണമെന്ന് പറഞ്ഞു വിട്ടോ അതാണ് മാലാഖ പറഞ്ഞേക്കുന്നത്. മാലാഖ ഒന്നും സ്വന്തമായി പറഞ്ഞതല്ല. നന്മ നിറഞ്ഞവളെ എന്ന് മറിയത്തെ വിളിക്കുന്നത് ഗബ്രിയേലാണ് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ വിളിച്ചത് ആരാണ്? ദൈവം തന്നെയാണ്, അല്ലേ? അതായത് അയക്കപ്പെടുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അയച്ചവൻ്റെ ഹിതം നിറവേറ്റുക, അതാണ് അയക്കപ്പെടുന്നവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് സ്വന്തമായ കർമ്മപദ്ധതികളില്ല, അപ്പസ്തോലന്മാർക്ക് സ്വന്തമായ ലക്ഷ്യങ്ങളില്ല, അപ്പസ്തോലന്മാർക്ക് ഇന്നത് ചെയ്തേ പറ്റൂ എന്നുള്ള വാശിയില്ല, അപ്പസ്തോലന്മാർക്ക് ഒരു നിർബന്ധ ബുദ്ധികളുമില്ല. എന്താണ് അവർക്കുള്ളത്? ദൈവം എന്തു പറഞ്ഞോ അത് ഞാൻ ചെയ്യും. കൊറിന്ത്യർക്കുള്ള 1-ാം ലേഖനം 15-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യർത്ഥമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഫലമൊന്നും കിട്ടിയെന്ന് വരികയല്ല, പക്ഷേ ഞങ്ങളോട് ദൈവം പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്തത്, അതുകൊണ്ട് അതിന് ഫലമുണ്ടാകും, എപ്പോഴേലും ഫലമുണ്ടാകും. സ്ലീഹന്മാർക്കുള്ളൊരു വലിയ ബോധ്യമാണ്, ദൈവം എന്ത് പറഞ്ഞോ അതവർ ചെയ്യാൻ തയ്യാറാണ്. സ്ലീഹന്മാരോട് ദൈവം പറയുകയാണ്, നീ ഇപ്പോൾ ആഥൻസിലേക്ക് പോയി സുവിശേഷം പറയും. ഓക്കെ, അവർ പോകും.
മുമ്പിൽ ഒരു രഥത്തിൽ എത്യോപ്യക്കാരനൊരു ഷണ്ടൻ പോകുന്നുണ്ട്. അവനോട് പോയി സുവിശേഷം പറയാൻ പീലിപ്പോസിനോട് ദൈവം പറയുന്നു. പീലിപ്പോസ് ഓടിക്കതച്ച് ആ രഥത്തിൻ്റെ ഒപ്പം എത്തിയിട്ട് അവിടെ സുവിശേഷം പറഞ്ഞു. അവനെ മാനസാന്തരപ്പെടുത്തുന്നു. ദൈവം എന്ത് പറയുന്നോ അത് ചെയ്യാനുള്ള സന്നദ്ധതയാണ് അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി എന്തിനു വേണ്ടിയാണ് അപ്പസ്തോലന്മാരെ ദൈവം തിരഞ്ഞെടുത്തയക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോയുടെ സുപ്രധാനമായ കൽപ്പന, ദ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നവർ സ്നാനപ്പെടണം. ഇതാണ് ഈശോയുടെ കൽപ്പന. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. സ്ഥലവും സമയവും ഭേദം കൂടാതെ എല്ലാ സൃഷ്ടികളോടും സമസ്ത ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അതാണ് അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് മനുഷ്യരോട് മാത്രമല്ല. ഫ്രാൻസിസ് അസീസി പുണ്യാളനൊക്കെ നമുക്കറിയാം, മീനുകളോട് പോയി സുവിശേഷം പറയും. കടൽ തീരത്ത് പോയിരുന്ന് മീനുകളെ വിളിച്ചു വരുത്തി അതുങ്ങളോട് സുവിശേഷം പറയും. പന്നിക്കുഴിയിലിരുന്ന് സുവിശേഷം പറയുന്നു. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. മൃഗങ്ങളോട് സുവിശേഷം. ഒരു ചെന്നായി, വലിയ ഭീകരനായൊരു ചെന്നായ വന്ന് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു ഗ്രാമത്തിൽ പുണ്യാളനിത് കേട്ടപ്പോൾ ആ കാട്ടി കയറി ചെന്ന് ചെന്നായോട് പറഞ്ഞു, ചെന്നായെ നീ ദൈവത്തിൻ്റെ മകനാണ്, അത് ഓർക്കണം, നീ ഇങ്ങനത്തെ ഉപദ്രവമൊന്നും കാണിക്കരുത്. ചെന്നായി അനുസരിച്ചു. ചെന്നായി പുള്ളിക്കാരൻ്റെ കൂടെ ഗ്രാമത്തിലേക്ക് വന്ന് വീട്ടിലെ വളർത്തുന്നൊരു പട്ടിയെപ്പോലെ വളരെ ശാന്തനായി ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അസീസി പുണ്യാളൻ്റെ രൂപം വരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു പട്ടിയെ കാണാം. പട്ടിയല്ലത്, ചെന്നായാണ്. ശരിക്കും എങ്ങനെ അദ്ദേഹത്തിന് അത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷം എല്ലാറ്റിനുമുള്ള ഉത്തരമാണ്. അപ്പസ്തോലൻ എന്ന വാക്ക് സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത് ഏറെ അർത്ഥസമ്പുഷ്ടമായ തലങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആരാണ് അപ്പസ്തോലൻ? അവൻ ഈശോയുടെ ദൗത്യം വഹിക്കുന്നവനാണ്. ഈശോ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടവനാണ്. ആര്യയുടെ ചോദ്യത്തിന് വളരെ ഗഹനമായി വചനാധിഷ്ഠിതമായിട്ടാണ് പിതാവ് നമുക്ക് ഉത്തരം നൽകിയത്. പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഷിനോജ് ചോദിച്ചോളൂ. അഭിമന്യ പിതാവേ, എൻ്റെ പേര് ഷിനോജ്. എൻ്റെ ചോദ്യം ഇതാണ്: ഈശോ 12 പേരെയാണ് തിരഞ്ഞെടുത്തത്. എന്തിനാണ് 12 നമ്പർ? സുവിശേഷത്തിൽ മറ്റൊരു സ്ഥലത്ത് 72 ശിഷ്യന്മാരെന്ന് കാണുന്നുണ്ടല്ലോ. ക്രിസ്തു ശിഷ്യത്വം വേർതിരിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഓക്കെ ഷിനോജ്, അതായത് ഈശോയ്ക്ക് 12 അപ്പസ്തോലന്മാരുണ്ട്. എന്തിനാണ് ഈ കൃത്യം 12 എണ്ണത്തിനെ തിരഞ്ഞെടുത്തത് എന്നാണ്. അതിന് വല്ല പ്രത്യേകതയുണ്ടോ? അതാണ് ഷിനോജിൻ്റെ ആദ്യത്തെ ചോദ്യം, അല്ലേ? 12 എന്ന് പറയുന്നത് പഴയ നിയമ ജനതയുടെ സംഖ്യയാണ്, അല്ലേ? കാരണം യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്ന് 12 ഗോത്രങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ ചേർന്നതാണ് ഇസ്രായേൽ എന്ന ദൈവജനം. ആ 12 ഗോത്രങ്ങൾ ദൈവജനത്തിൻ്റെ പ്രതീകമാണെങ്കിൽ പുതിയ നിയമത്തിലും ദൈവജനം 12മായി ബന്ധപ്പെട്ടതാണ്. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പസ്തോലന്മാർ. വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയ ജെറുസലേമിൻ്റെ ദൃശ്യം അവതരിപ്പിക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, ജെറുസലേം നഗരത്തിന് 12 കവാടങ്ങൾ. ആ കവാടങ്ങളിൽ ഓരോന്നിലും 12 അപ്പസ്തോലന്മാരുടെ പേരെഴുതി വെച്ചു. മറുവശത്തും 12 കവാടങ്ങൾ. ആ കവാടങ്ങളിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പേരെഴുതി. ദൈവജനം എന്ന് പറയുന്നത് ഈ 12 ഗോത്രങ്ങളും 12 ശ്ലീഹന്മാരിലൂടെ വിശ്വാസം സ്വീകരിച്ച ദൈവജനവും ചേർന്ന സമൂഹമാണ് യഥാർത്ഥ ദൈവജനം. അത് വെളിപ്പെടുത്തുന്നതാണ് ഈ 12 എന്ന് പറയുന്ന സംഖ്യ. പിന്നെ 12 ബൈബിളിൽ ഒരു പൂർണ്ണസംഖ്യയാണ്. ഒരു സമഗ്രമായ പ്രവൃത്തി എന്നൊരർത്ഥം അതിനുണ്ട്. അതുകൊണ്ടാണ് യൂദാസ് ആത്മഹത്യ ചെയ്തപ്പോൾ അവർ പകരം വേറൊരാളെ തിരഞ്ഞെടുക്കുന്നു, ഇല്ലേ? മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്
ഈ 12 എന്ന സംഖ്യ നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ 12 എന്ന സംഖ്യയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. രണ്ടാമതായി ചോദിച്ചത് 72 പേരെ തിരഞ്ഞെടുത്ത ഒരു കഥയാണ്, അല്ലേ? 72 അവരെ അപ്പസ്തോലന്മാരെന്ന് വിളിക്കുന്നില്ല, ഈശോയുടെ ശിഷ്യന്മാർ എന്നാണ്. ഹോയ് മത്തേത്തായി എന്നാണ് അവരെ വിഷയം. അപ്പസ്തോലോയി അല്ല, അവർ ശിഷ്യന്മാർ അല്ല, അപ്പസ്തോലന്മാരല്ല, അവരെന്താണ്? ശിഷ്യന്മാരാണ്. ആ 2 ഗ്രീക്ക് പദങ്ങളാണ് അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അവർ വ്യത്യസ്തരാണ് എന്നുള്ളത് സത്യം. ഈ 72 പേരെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ 70 പേരെ തിരഞ്ഞെടുക്കുന്നത്, ഇങ്ങനെ നമ്പറുകളിൽ ചിലയിടത്ത് വ്യത്യാസമുണ്ട്. ഇത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പഴയ നിയമ ചരിത്രമുണ്ട്. മോശ സീനായ് മലയടിവാരത്തിൽ ദൈവജനത്തോടൊത്തായിരിക്കുമ്പോൾ മോശ ഒരുപാട് ആളുകളുടെ പ്രശ്നം തീർത്തിട്ടും തീരുന്നില്ല. ജനത്തിനെ മുമ്പോട്ട് നയിക്കാൻ മോശയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അമ്മായിപ്പനായ ജത്രോ വന്നപ്പോൾ പറഞ്ഞു, എടാ നീ തന്നെ തീർക്കാൻ നിൽക്കാതെ എല്ലാ ഗോത്രത്തിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുക്കുക. 12 72 പേരുടെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും, അവർക്കും നിൻ്റെ നേതൃത്വ ശുശ്രൂഷയിൽ പങ്കാളിത്തം കിട്ടുമെന്ന്. മോശ അങ്ങനെ ചെയ്തു. അവരുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു. അവരും പ്രവചിക്കാൻ തുടങ്ങി. അവരോടെ കൂടി പ്രശ്നങ്ങൾ തീർക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാ പ്രശ്നവും പെട്ടെന്ന് തീർന്നു. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റി. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ശിഷ്യത്വം എന്നത് ഈ 12 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല എന്നും, ഈശോയുടെ അപ്പസ്തോലന്മാരുടെ സഹായികളായി അനേകര് വരാനിരിക്കുന്നു എന്നും സൂചിപ്പിക്കുന്ന ഒരു സംജ്ഞയാണ് വാസ്തവത്തിൽ ഈ 72 ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അതിനും പഴയ നിയമത്തിലൊരു പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 72 അപ്പസ്തോലന്മാർ അവരും സുവിശേഷം പ്രസംഗിച്ച് ഈശോയുടെ ദൗത്യം തുടർന്നു. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ നമുക്കറിയാം ഒരു ലോകസഭയിൽ അല്ലെ നിയമസഭയിൽ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയാണ്. അതേസമയം നിയമസഭ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അല്ലേ? അവരുടെയും ദൗത്യം എന്താണ്? ഈ ക്യാബിനറ്റിനെ ശക്തിപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക, ജനാധിപത്യ പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെയും ഉത്തരവാദിത്വം. അതുപോലെയാണ് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഈ 12 അപ്പസ്തോലന്മാർക്ക് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അവർ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് പുതിയ നിയമത്തിലെ പ്രാതിനിധ്യങ്ങളാണ് ഈ 12 പേര് എന്നുള്ളത്. അവരുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവിടുത്തെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന അർത്ഥം വാസ്തവത്തിൽ ഈ ശിഷ്യന്മാർക്കുണ്ട്. ഈശോയുടെ ശിഷ്യന്മാർ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ഷിനോജിൻ്റെ അവസാനത്തെ ചോദ്യം. വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനെയാണ് സഭയിൽ ഹയരാർക്കി എന്ന് പറയുന്നത്. ഇപ്പം മാർപ്പാപ്പ ചെയ്യുന്ന കാര്യങ്ങളല്ല മെത്രാനിച്ചന്മാർ ചെയ്യുന്നു, മെത്രാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല വൈദികർ ചെയ്യും, വൈദികർ ചെയ്യുന്ന കാര്യങ്ങളല്ല അൽമായർ ചെയ്യുന്നു, അല്ലേ? ഓരോരുത്തരുടെയും ദൗത്യങ്ങൾ വ്യത്യാസമുണ്ട്. ആരാണതിൽ വലിയവൻ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം തന്നെയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വ്യത്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശോ അങ്ങനെ വ്യത്യാസം വരുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. ഈ 12 പേരിൽ തന്നെ പത്രോസ്ലീഹായെ ശിഷ്യന്മാരുടെ നേതാവായി ഈശോ നിയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ 12 പേരിൽ തന്നെ പത്രോസിനൊരു പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഈ ഒരു ദൗത്യങ്ങളുടെ വ്യത്യാസം ഈശോ ഉദ്ദേശിച്ചിരുന്നു എന്ന് തന്നെ. ഷിനോജിൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. ലഭിച്ചു പിതാവേ, താങ്ക് യു. അടുത്ത ചോദ്യം ആരുടേതാണ്? സിജിലാണ് അടുത്തതായി ചോദിക്കുന്നത്. അഭിമന്യ പിതാവേ, എൻ്റെ പേര് സിജിൻ. എൻ്റെ ചോദ്യം ഇതാണ്:
പരസ്യജീവിത കാലഘട്ടത്തിൽ ഈശോയെ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്നത് കരുണാമയനായിട്ടാണ്. പക്ഷേ തിരുസഭയും സഭാ നേതൃത്വവും പലപ്പോഴും വളരെ പരുഷമായി യുവജനങ്ങളോട് പെരുമാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ക്രിസ്തുവിനെ അനുകരിക്കുന്ന കാര്യത്തിൽ സഭയ്ക്ക് എന്തെങ്കിലും കുറവ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിജിലിൻ്റേത് വളരെ ഗൗരവമുള്ളതും യുവജനങ്ങൾ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു ചോദ്യമാണ്. സുവിശേഷത്തിലെ ഈശോ യുവജനങ്ങളോടും നല്ല എല്ലാവരോടും കാരുണ്യത്തോടും സ്നേഹത്തോടും ആർദ്രതയോടും വിശാല മനസ്സോടെയും പ്രതികരിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതേസമയം സമാനമായൊരു പ്രതികരണ ശൈലി സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നാണ് സിജിലിൻ്റെ നിരീക്ഷണം, അല്ലേ? യെസ്, അത് ശരിയാണ് സിജിലെ. ഈശോയെ പോലെ ആകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഈശോ പഠിപ്പിച്ച് തന്ന ആ ഒരു ശൈലി ജീവിതത്തിൽ പുലർത്താനും നിലനിർത്താനും ഓരോ സഭാ ശുശ്രൂഷകനും ഉത്തരവാദിത്വമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യുന്നതിൽ സഭാ നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന സിജിലിൻ്റെ ചോദ്യം, തീർച്ചയായും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം സഭാ ശുശ്രൂഷകരിൽ പലരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്ന വളരെ കഠിനമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നിരസനങ്ങൾ, ഇതൊക്കെയും ഒരുപാട് മനുഷ്യരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും സത്യവിശ്വാസത്തിൽ നിന്ന് തന്നെ അകറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈശോയെ കണ്ടുമുട്ടി എല്ലാവരും ഈശോയിലേക്ക് അടുക്കുകയാണ്. ഈശോയെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം നോക്കിയിരുന്നവരൊഴികെ ബാക്കി എല്ലാവരും ഈശോയെ സ്നേഹിക്കുകയും ഈശോയുമായി സൗഹൃദത്തിലാവുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും ഈശോയുമായി സഭയുമായി സൗഹൃദത്തിൽ കഴിയണം എന്നാഗ്രഹിക്കുന്നവരായ പലരെ പോലും വെറുപ്പിക്കാനും വേദനിപ്പിക്കാനും സഭയിൽ നിന്ന് അകറ്റാനും ചില സഭാ ശുശ്രൂഷകരുടെ എങ്കിലും പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പല ഇടവകളിലും സമൂഹങ്ങളിലും ഒക്കെ നോക്കിയാൽ ഇങ്ങനെ മുറിവേറ്റ മനുഷ്യർ പലരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപൂർവമായിട്ടാണ് എങ്കിലും അങ്ങനെ മുറിവേറ്റവരും വേദനിച്ചവരും ഒക്കെയും യഥാർത്ഥത്തിൽ അവർ തേടുന്നത് ഈശോയുടെ മുഖവും ഈശോയുടെ സ്വഭാവവുമാണ് സഭാ ശുശ്രൂഷകർ. അത് കാണാത്തതിൻ്റെ ദുഃഖവും പരിഭവവും പ്രതിഷേധവുമൊക്കെ പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കാറും കാണാറുമുണ്ട്, അല്ലേ? അതുകൊണ്ട് സഭാ ശുശ്രൂഷകരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് ഷിജിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഈശോയുടെ മനോഭാവം നമുക്കുണ്ടോ? ആ മനോഭാവത്തിൽ നിന്ന് സഭാ നേതൃത്വം അകന്നുപോയോ എന്ന ചോദ്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും തിരുത്തേണ്ട എല്ലാ മേഖലകളിലും തിരുത്തൽ വരുത്തുകയും ചെയ്യേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് സിജിൽ ഇപ്പോൾ ചോദിച്ചത്. സിജിലിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. നന്ദി പിതാവേ. യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തെക്കുറിച്ചും ശിഷ്യരുടെ മനോഭാവങ്ങളെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ജീവിക്കേണ്ടത് എങ്ങനെയെന്നുമൊക്കെയാണ് പിതാവിൻ്റെ വാക്കുകളിലൂടെ നാം ശ്രവിച്ചത്. പിതാവെ, അങ്ങേക്ക് നന്ദി. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനിയും അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളും നല്ല നല്ല ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.